ഹായ് ഹലോ എല്ലാവർക്കും അച്ചസ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ആദ്യമായി അച്ഛനെ ഇഷ്ടപ്പെട്ടൊരു സാധനമായിട്ട് ഉണ്ടാക്കുന്നത് വേറെ നല്ല സിമ്പിൾ സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ ചായക്ക് കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് ഉണ്ടാക്കാൻ കരുതിട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി 4 മുട്ടയാണ് എടുത്തത്. റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ടയാണ് എടുത്തിട്ടോ. അപ്പം ബീറ്ററൊന്നും ആവശ്യമില്ല, മിക്സിയിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ 4 മുട്ട മിക്സിയിൽ അടിച്ച് ഒന്ന് എടുത്തിട്ടോ, നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. അതിലേക്ക് വാനില എസൻസ്, ആ ഒരു മുടീൻ്റെ കണക്കിൽ തന്നെയാണ് വാനില എസൻസ് എടുത്തത്. അപ്പോൾ കോഴിമുട്ടേൻ്റെ ആ ഒരു ചുവയൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടു. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒരു 1/4 കപ്പ് അതും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കണം കേട്ടോ, നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ അടിച്ചെടുത്തിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ ബാറ്ററുള്ളത് കേട്ടോ. അപ്പോൾ ഈ ബാറ്റർ ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. ഇതിലേക്ക് ഇനി ബേക്കിംഗ് പൗഡർ ചേർക്കണം, ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം അതിന് ശേഷം ഞാൻ മൈദ ആ ഒരു കപ്പ് അളവിൽ തന്നെയാണ് കേട്ടോ ഞാൻ മൈദ എടുത്തത്. അപ്പം കുറച്ചേച്ച ഇട്ടിട്ടാണ് മൈദ കുറച്ചേച്ച ഇട്ടിട്ടാണ് ഞാൻ ഇളക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ആ മൈദ ചേർക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഒരു 1/4 കപ്പ് പാലും കൂടി ചേർക്കുന്നുണ്ട്. ആ പാലും ചേർത്തിട്ട് നന്നായി